മണ്ണിടിച്ചിലിൽ അനധികൃതമായി ഒന്നും നടന്നിട്ടില്ലെന്ന മലപ്പുറം നഗരസഭാ ചെയർപേഴ്സന്റെ വാദം തള്ളി വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നടന്നത് 100% അനധികൃതമായ പാറ പൊട്ടിക്കലാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി തൊട്ടടുത്ത് അനധികൃത പാറ പൊട്ടിക്കൽ നടന്നെന്ന റിപ്പോർട്ടർ വാർത്ത മന്ത്രി ശരിവെച്ചു. ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി, എന്താ സംശയം? അതുകൊണ്ടാണല്ലോ ഷോക്കോസ് കൊടുത്തത്. അതുകൊണ്ട് ഷോക്കോസ് കൊടുത്തു. കലക്ടറോ SP എല്ലാവരും അറിയില്ല. പക്ഷേ ജിയോളജി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അവർക്ക് വീഴ്ച പറ്റും. അവർ നോക്കേണ്ടതല്ലേ. മാത്രമല്ല അവരെ ശ്രദ്ധയിൽ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരും സ്റ്റാഫും പെടുത്തുകയും ചെയ്തു. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. കല്ല് പൊട്ടിച്ചതിന് ഗവൺമെൻറ് വളരെ ശക്തമായി ആക്ഷൻ എടുക്കും. അതിൽ അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ മറുപടി എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ആക്ഷൻ. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റൂല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, അങ്ങനെ അനധികൃതമായ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നുള്ളത് മന്ത്രി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. മന്ത്രി കൂടി ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം ജില്ലയിലെ മലപ്പുറം നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന പാണക്കാട് എടൈപ്പാലം ഭാഗത്ത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ നടത്തിയ പല പ്രസ്താവനകളും അത് ഒരു ഘട്ടത്തിൽ വ്യവസായ വകുപ്പിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ SP അടങ്ങുന്ന റവന്യൂ ഉദ്യോഗസ്ഥരോടൊപ്പം ജിയോളജി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ സന്ദർശന ശേഷം പരിശോധന നടത്തിയതിനു ശേഷമാണ് മന്ത്രി രൂക്ഷമായുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വാദത്തെ പൂർണ്ണമായിട്ടും മന്ത്രി തള്ളിക്കളയുന്നുണ്ട്. 100% അനധികൃതമായിട്ടുള്ള പാറ പൊട്ടിക്കൽ അവിടെ നടന്നു എന്നുള്ളത് പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നഗരസഭ മണ്ണെടുക്കാൻ കൊടുത്ത അനുമതിയുടെ മറവിൽ ആരും കാണാതെയാണ് അവിടെ പാറ പൊട്ടിച്ചിട്ടുള്ളത്. ഈ മണ്ണിടിച്ചിലേക്ക് നയിച്ചത് പാറ പൊട്ടിക്കൽ കൂടിയാണെന്നുള്ളതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ വിവിധ ന്യായീകരണങ്ങളായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. അത് നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയായി എന്ന് അടിവരയിടുന്നത് കൂടിയാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്തുള്ള മേഖലയിൽ അനധികൃതമായിട്ടൊരു പെട്രോൾ പമ്പിന് വേണ്ടി പാറഖനനം നടത്തുമായിട്ടുള്ള ഒരു വാർത്തയും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അവിടെയുള്ള ദൃശ്യങ്ങൾ അയൽവാസിയായുള്ള ഇസ്മായിലിന്റെ ബൈറ്റ് ഉൾപ്പെടെയായിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നത്. ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി സംസാരിക്കുന്നു എന്ന മറ്റൊരു വാദം കൂടി നഗരസഭ ഉന്നയിച്ചിരുന്നു. അവരെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അവിടെ ഒരു ഘട്ടത്തിൽ പാറ പൊട്ടിച്ചപ്പോൾ താനത് കേട്ടു, ഉഗ്രശബ്ദം കേട്ട് തന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. ഇനി അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ഉണ്ടാകില്ലെന്ന സ്ഥലം ഉടമ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഉറപ്പ് ലംഘിച്ച് പിന്നീടും അവിടെ അനധികൃതമായിട്ട് പാറ പൊട്ടിക്കൽ നടന്നു. അതുൾപ്പെടെ തൊട്ടപ്പുറത്തുള്ള എടൈപ്പാലത്തെ മണ്ണിടിച്ചിലിന് കാരണമായോ എന്ന് സംശയിക്കുന്നതായിട്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ഇനി അവിടെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നില്ല. സ്ഥലം ഉടമ അനധികൃതമായി പാറ പൊട്ടിച്ചതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം ലഭിക്കുന്ന പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമ്മുടെ വാർത്ത പാറ പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ മലപ്പുറം ജിയോളജിസ്റ്റിനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ പരാതി വന്നിട്ട് നടപടിയെടുക്കാത്ത ജിയോളജി ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരസ്യമായി തന്നെ അവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും. വിശേഷം അദ്ദേഹത്തിന്റെ വകുപ്പ് കൂടിയാണ് ജിയോളജി ആൻഡ് മൈനിങ് എന്നുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഈ പാറ പൊട്ടിക്കലും തൊട്ടപ്പുറത്ത് നടന്ന മണ്ണിടിച്ചിലും. വീട് 100 മീറ്റർ അപ്പുറത്തുള്ള അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്ത നിലപാട് പി.കെ. കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. തത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ എടുത്ത നിലപാടും ഒരു ഭാഗത്ത് ജിയോളജി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും അദ്ദേഹം അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചു. വരും ദിവസങ്ങളിൽ എന്ത് നിലപാട് തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതാണ് മുബഷീർ പറഞ്ഞതുപോലെ ഇനി എന്ത് പ്രവൃത്തി അല്ലെങ്കിൽ എന്ത് നടപടി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.